നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സർക്കിളിൻ്റെ ആംഗിൾ ആൻഡ് ഏരിയ, അതായത് കോണും പരപ്പളവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിൾ നിങ്ങൾക്ക് കാണാം ഒരു ആർക്ക്, അല്ലെ, ഒരു ആർക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്താണ്? സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രിയിലുള്ള ഒരു ആർക്ക് ഞാനിവിടെ വരച്ചിട്ടുണ്ട്, അതായത് ചാപം. ഇനി നോക്കിയേ, ഈ ആർക്കിൻ്റെ, അതായത് ഇവിടം മുതൽ ഇവിടം വരെയാണ് ഇപ്പോൾ ഈ ചെറിയ ആർക്കിൻ്റെ നീളം, അല്ലേ. ഇതിൻ്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സെൻട്രലിലേക്ക്, അതായത് രണ്ട് റേഡിയസുകളുണ്ട്, അല്ലേ. അപ്പോൾ ഇതും ഒരു റേഡിയസ് തന്നെയാണ്, ഇതും ഒരു റേഡിയസ് ആണ്, അല്ലേ. അപ്പോൾ ഇത്ര ഭാഗം ആർക്ക്, പിന്നെ ഇത് ഒരു റേഡിയസ്, ഇത് ഒരു റേഡിയസ്, അല്ലേ. അതായത് ഇപ്പോൾ ഏറെക്കുറെ ഏതിൻ്റെ രൂപമായി? നമ്മൾ ഈ ബർത്ത്ഡേക്കൊക്കെ കേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ കേക്ക് മുറിക്കും, അല്ലേ. കേക്ക് ഇതേപോലെ നമ്മൾ ഈ കത്തി എടുത്തിട്ട് ഇങ്ങനെ ഒരു മുറി മുറിക്കും, ഇങ്ങനെ ഒരു മുറി മുറിക്കും, അല്ലേ. അപ്പോൾ ആ ഷേപ്പ് പോലെ നമുക്ക് ഇവിടെ ഒരു പീസ് കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഈ ആർക്കിൻ്റെ ഈ ആർക്കും ഇതിൻ്റെ ഈ അറ്റത്തു നിന്നുള്ള രണ്ട് റേഡിയസും കൂടി കൂട്ടിയപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഈ വൃത്തത്തിൻ്റെ മൊത്തം ഏരിയ, ഇപ്പം നമ്മൾ കേക്ക് മുറിച്ചിട്ട് ഒരു കഷ്ണം എടുക്കണ പോലെ ഈ വൃത്തത്തിൻ്റെ മൊത്തം ഏരിയയുടെ ഒരു ഭാഗമായി മാറി ഇത്രയും ഭാഗം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും ഭാഗത്ത്, അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഭാഗം കണ്ടില്ലേ? ഈ ഭാഗത്തെയാണ്, അതായത് ഒരു ആർക്കും ഉണ്ടാവും, അതിൽ രണ്ട് റേഡിയസ്, അല്ലേ. അപ്പോൾ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെയാണ് നാം എന്ത് പറയാ? വൃത്തത്തിൻ്റെ സെക്ടർ എന്ന് പറയും. സെക്ടർ, അതായത് വൃത്താംശം. വൃത്താംശം എന്ന് പറയും. അപ്പോൾ സെക്ടർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ ഒരു കഷ്ണം. പിന്നെ നമുക്കറിയാം, നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ സെൻട്രൽ ആംഗിൾ, അല്ലേ, സെൻട്രൽ ആംഗിൾ ഇങ്ങനെ വർദ്ധിക്കും തോറും ഈ ആർക്കിൻ്റെ നീളം കൂടി കൂടി വരുന്നു, അല്ലേ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ ഇവിടെ എന്ത് സംഭവിക്കും? ഈ സെൻട്രൽ ആംഗിൾ 60 ഇങ്ങനെ കൂടി കൂടി വരികയാണെങ്കിൽ ഈ സെക്ടറിൻ്റെ എന്ത് കൂടും? ഏരിയയും കൂടും. അതായത് ഈ ആംഗിൾ ഇപ്പോൾ കൂടുന്നതിനനുസരിച്ച് എന്ത് വരും? സെക്ടർ വലുതായി വലുതായി വരും, അല്ലേ. അപ്പോൾ അതായത് ആ സെക്ടറിൻ്റെ ഏരിയയും കൂടും. ഇനി സെക്ടറിൻ്റെ ആംഗിൾ കുറയുന്നതനുസരിച്ചോ, ഇപ്പോൾ കുറഞ്ഞെന്ന് വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ എന്താവും? സെക്ടറിൻ്റെ ഏരിയയും കുറയും. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമുക്കറിയാം, ഈ ആർക്കിൻ്റെ നീളം, ഈ വൃത്തത്തിൻ്റെ ചുറ്റളവിൻ്റെ എത്ര ഭാഗം വരും? അതായത് ഈ ആംഗിൾ 60 ആണ്, അല്ലേ. അതായത് അപ്പോൾ ഈ ആർക്കിൻ്റെ നീളം എത്ര വരും? ഈ ചുറ്റളവിൻ്റെ 1/6 ഭാഗമായിട്ട് വരും, അല്ലേ. അത് നമ്മൾ പഠിച്ചതാണ്. അതായത് ആർക്ക് ലെങ്ത് സീക്വൽ ടു ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2πr ഇൻറ്റു ഇവിടെ നമ്മൾ എക്സ് ഇട്ട്, ഇവിടെ നമ്മൾ 60 ഡിഗ്രി, അല്ലേ. ഇനി അപ്പോൾ അത് 60 ഏത് ഡിഗ്രി മാറിക്കഴിഞ്ഞാൽ നമ്മളവിടെ x/360 നമുക്ക് എഴുതാം, അല്ലേ. സോറി, 300 എന്നാണ് എഴുതിയത്, 360. അതായത് ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞത് എന്താണ്? ചുറ്റളവിൻ്റെ x/360 ഭാഗമാണ് ആർക്ക് ലെങ്ത്, അല്ലേ. അതേപോലെ തന്നെ ഈ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ വൃത്തത്തിൻ്റെ ഏരിയയുടെ, ശ്രദ്ധിക്കുക, വൃത്തത്തിൻ്റെ മൊത്തം ഏരിയ, അല്ലേ. അപ്പോൾ ഏരിയയുടെ 60/360 ഭാഗമായിരിക്കും. അതായത് ഏരിയ ഓഫ് സെക്ടർ. ഇതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ചുറ്റളവിൻ്റെ x/360 ആണ് ഇത്രയും നീളം, അല്ലേ. ഇവിടെ നമ്മൾ ഏരിയ ആണ് എടുക്കുന്നത്. ഈ കഷ്ണത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മൊത്തം ഏരിയയുടെ x/360 ആയിരിക്കും. അപ്പോൾ ഏരിയ ഈക്വൽ ടു മൊത്തം ഏരിയ എത്രയാണ്? ഒരു സർക്കിളിൻ്റെ മൊത്തം ഏരിയ നമുക്കറിയാം πr², അല്ലേ. πr² ഇൻറ്റു x/360. ക്ലിയർ ആയില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു ആർക്ക് ലെങ്ത് കാണാൻ പഠിച്ചു. വൃത്തത്തിൻ്റെ പെരിമീറ്ററിൻ്റെ x/360 ആണ്. ഇനി ഏരിയ ഓഫ് സെക്ടർ, സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? വൃത്തത്തിൻ്റെ ഏരിയയുടെ x/360 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ് ഇൻറ്റു x/360, അല്ലേ, 60/360. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇക്കാര്യമാണ് ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ഇനി നോക്കാം, ഇവിടെ നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ട്, ഇവിടെ 60 ഡിഗ്രി, അല്ലേ. അതായത് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. ഇനി ഞാൻ നോക്കിയാൽ ഈ രണ്ട് പോയിന്റുകൾ, ഈ റേഡിയസിൻ്റെ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചെന്ന് വിചാരിക്കാം. അവ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ ചെറിയ പീസ് കിട്ടി, അല്ലേ. ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഇപ്പോൾ ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്തു ഈ ഭാഗം. ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം?
നമുക്ക് ഈ സെക്ടറിന്റെ ഏരിയ അല്ലെ, വൃത്താംശത്തിന്റെ ഏരിയ, അപ്പോൾ നമുക്ക് ഈ മൊത്തം ഏരിയ കിട്ടി അല്ലേ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ത്രികോണം, ഇവിടെ ഒരു ത്രികോണം ഇല്ലേ, ഇങ്ങനെ കൂട്ടി വരച്ചപ്പോൾ ഒരു ത്രികോണം കിട്ടി. ഈ ത്രികോണത്തിന്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഇവിടെ ഷെയ്ഡ് ചെയ്ത ഇത്രയും ഭാഗത്തിന്റെ ഏരിയ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ സെക്ടറിന്റെ ഏരിയ കാണണം അല്ലേ, വൃത്താംശത്തിന്റെ ഏരിയ കാണണം. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ നമുക്ക് ഇക്വേഷൻ അറിയാലോ, പൈ ആർ സ്ക്വയർ, അതായത് വൃത്തത്തിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360 സീക്വൽ ടു നോക്കിയാൽ പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു ഇവിടെ ഞാൻ റേഡിയസ് തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ റേഡിയസ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വെച്ചാൽ 2 സ്ക്വയർ ഇൻറ്റു എക്സ്, എക്സ് എത്രയാണ് 60 ഡിഗ്രി അല്ലേ, 60 ബൈ 360. നമുക്ക് 0 0 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ 6 36 6 6 36 6 പ്രാവശ്യം അല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ 2 സ്ക്വയർ, 2 സ്ക്വയർ വെച്ചാൽ 2 ഇൻറ്റു 2 അല്ലേ, ഇവിടെ 6 ഉണ്ട്. അപ്പോൾ നമുക്ക് 2 സ്ക്വയർ ഒരു 2നെ കളയാം, ഈ 6നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം. അപ്പോൾ എന്ത് കിട്ടി ആൻസർ, 2π ബൈ 3. ഇതാണ് സെക്ടറിൻ്റെ, ഈ മൊത്തം സെക്ടറിൻ്റെ ഏരിയ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏരിയ, ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ, ഈ 3 സൈഡുകൾ നോക്കിയാൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെയും 2 സെൻറ്റിമീറ്റർ തന്നെയാണ് അല്ലേ, അതും റേഡിയസ് തന്നെയാണ് അല്ലേ. അപ്പോൾ 2 സൈഡും 2 സെൻറ്റിമീറ്റർ. നമുക്കറിയാം 2 വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ അവയ്ക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളുകളും തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ, അപ്പോൾ ഇതിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇതിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും, മൊത്തം 180, 180 ഇത് 60 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും, 120 അല്ലേ. അപ്പോൾ 120 രണ്ടാളും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ 60ഉം 60ഉം ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇത് എന്ത് ത്രികോണമാണ്, ഒരു സമഭുജ ത്രികോണമാണ് അല്ലേ, ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണത്. അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ √3/4 a സ്ക്വയർ സീക്വൽ ടു √3/4 ഇൻറ്റു എ, ഒരു വശത്തിൻ്റെ നീളം 2 സ്ക്വയർ അല്ലേ. നമുക്ക് നോക്കിയാൽ 4 2 സ്ക്വയർ 2 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എന്ത് വന്നു √3. അപ്പോൾ ആദ്യം നമുക്ക് സെക്ടറിൻ്റെ ഏരിയ കിട്ടി, പിന്നെ നമ്മൾ ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചല്ലേ. ഇനി ആദ്യം സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ത്രികോണത്തിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയ എന്ത് എഴുതാം, ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട്, സെക്ടറിൻ്റെ ഏരിയ 2π/3 അല്ലേ. അതിൽ നിന്ന് ഏത് കുറയ്ക്കണം, ഈ ത്രികോണത്തിൻ്റെ ഏരിയ നമ്മൾ കുറയ്ക്കണം അല്ലേ, √3. ഇവിടെ നിങ്ങൾ √3 വില ഒന്നിട്ട് ഗുണിക്കണേ, കാരണം എന്താണ്, പരീക്ഷയ്ക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവും √3 അല്ലെങ്കിൽ പൈയുടെ വില ഒന്നും ഇടണ്ടെന്നോ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇടാൻ പറഞ്ഞ കേസിൽ മാത്രം നിങ്ങൾ ഇട്ട് ഗുണിച്ചിട്ടാൽ മതി, മനസ്സിലായോ. ബാക്കിയൊക്കെ ഇതേപോലെ എഴുതി നിർത്തിയാൽ മതി. അപ്പോൾ ഇതേ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 192 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അതായത് റേഡിയസ് നമുക്ക് വന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിലെ സെൻട്രൽ ആംഗിൾ, അതായത് കേന്ദ്രകോണം എത്രയാണ്, 120 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സർക്കിള് അല്ലേ, സർക്കിളിൻ്റെ ഒരു 120 ഡിഗ്രിയാണ് അതിൻ്റെ സെൻട്രൽ ആംഗിൾ. ഇത് സെൻറ്റർ, ഇപ്പോൾ ഇത് 120 ആണെന്ന് വിചാരിക്കാം, ഇതാണ് 120. ഇതിൻ്റെ റേഡിയസ് നമുക്ക് വന്നിട്ടുണ്ട്, എത്ര റേഡിയസ്, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സെക്ടർ, ഈ സെക്ടറിൻ്റെ ഏരിയ എത്രയാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ദി സെക്ടർ. അതായത് വൃത്താംശത്തിൻ്റെ പരപ്പളവ്. നമുക്ക് ഇക്വേഷൻ അറിയാലോ, നമ്മൾ പഠിച്ചു അല്ലേ, പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360, അതായത് വൃത്തത്തിൻ്റെ ഏരിയയുടെ x/360 ഭാഗം അല്ലേ. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം നോക്കിയേ, റേഡിയസ് എത്രയാണ്, റേഡിയസ് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ എക്സ് കോണളവ് എത്രയാണ്, 120 ഡിഗ്രി. ഇനി ആ വാല്യൂ ഇതിൽ കൊടുത്താൽ പോരെ, സീക്വൽ ടു പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു ആർ എത്രയാണ് 3 സ്ക്വയർ ഇൻറ്റു എക്സ് 120/360
360. നമുക്ക് നോക്കിയാൽ 0 0 ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. ഇനി 12/36. 12/36 എത്രയാണ്? 36 12 3 പ്രാവശ്യം അല്ലേ. അപ്പോൾ 12 വെട്ടി 36 വെട്ടി 3 പ്രാവശ്യം. ഇത് നോക്കിയാൽ 3 സ്ക്വയർ, അത് 3 × 3 അല്ലേ. ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ ഈ 3നെ കെട്ടി ഈ 3 സ്ക്വയറിൽ ഈ സ്ക്വയറിനെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് എന്ത് വന്നു? π × 3, അതായത് 3π. അപ്പോൾ ഏരിയ നമുക്ക് കിട്ടി 3π സ്ക്വയർ സെൻറ്റിമീറ്റർ. അതിലൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് ദി സെയിം സെൻട്രൽ ആംഗിൾ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റർ. അതായത് സെൻട്രൽ ആംഗിൾ 120 തന്നെ, അതിൽ മാറ്റില്ല. പക്ഷേ ഇതിൻ്റെ റേഡിയസ് 3 എന്നുള്ളത് എന്തായി മാറി? 6 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഈ 3 എന്നുള്ളത് കുറച്ചും കൂടി ഇങ്ങോട്ട് നീണ്ടു അല്ലേ. ഇവിടെ നീണ്ടു ഇങ്ങനെ. ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ വ്യത്യാസമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ വരും നമ്മുടെ സെക്ടർ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വൃത്തം പോണത്. അപ്പോൾ ഇത്രയും ഭാഗത്തെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ദി സെക്ടർ ഈക്വൽ ടു ഇക്വേഷൻ തന്നെ അല്ലേ. πr² × x/360. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്തെടുക്കും. ഇവിടെ നിന്നൊക്കെ ഏരിയ ഓഫ് ദി സെക്ടർ എന്നുള്ളത് ഇത് നമുക്ക് വേണമെങ്കിൽ ഏരിയ ഓഫ് ദി സെക്കൻഡ് സെക്ടർ എന്ന് എഴുതിക്കാം. ഇത് രണ്ടാമത്തെ സെക്ടർ, അതായത് നമ്മൾ വലിയ സെക്ടർ. ഇത് വേണമെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ദി ഫസ്റ്റ് സെക്ടർ. ഇനി ഈക്വൽ ടു എന്ത് വരും? ഇവിടെ നമുക്ക് 6 എത്രയാണ്? ഇവിടെ 6 മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ. 6 സെൻറ്റിമീറ്റർ ആയി. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാണ് ഇതിൻ്റെ റേഡിയസ് 6. ബാക്കി ആംഗിളിലൊന്നും വ്യത്യാസമില്ല അല്ലേ. x = 120 = πr². πr² വെച്ചാൽ π × ഇവിടെ 6 മാറി 6 സ്ക്വയർ × x 120 തന്നെ 120/360. ഇവിടെ നമുക്ക് ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി 12 അല്ലേ. 34 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം. ഇനി നോക്കി ഇവിടെ എന്താ ഉള്ളത് നോക്കി. π × r² അല്ലേ. 6 × r² എന്ന് പറഞ്ഞാൽ 36 അല്ലേ. അപ്പോൾ വേണം ഒന്നുകൂടി എഴുതിക്കോ. അതായത് 36π/3 എന്ന് വരും ഈ 3. അപ്പോൾ എന്ത് വരും? 36/3 12 π സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ അത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണ്? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ ഓഫ് ദിസ് പിക്ചർ. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ നോക്കിയാൽ ആദ്യം അകത്തൊരു സർക്കിൾ ഉണ്ട് അല്ലേ. അതിൻ്റെ പുറത്ത് ഒരു സർക്കിൾ. ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ അകത്തെ സർക്കിളിൻ്റെ ഇതാണ് ഇതിൻ്റെ ആർക്ക്, ഒരു ആർക്ക് അല്ലേ. അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. അതിൻ്റെ റേഡിയസ്, ഈ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. പിന്നെയോ അതിൻ്റെ പുറത്തൊരു വലിയ സർക്കിള് അല്ലേ. അതിനും ഒരു വലിയ ആർക്കുണ്ട്. അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര തന്നെയാണ്? 120 ഡിഗ്രി അല്ലേ. അപ്പോൾ സെൻട്രൽ ആംഗിൾ രണ്ടിലും ഈക്വൽ തന്നെ, വ്യത്യാസമില്ല. ഇനി ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? ആരം ഇവിടെ 3 സെൻറ്റിമീറ്റർ, ചെറുതിൻ്റെത് 2 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗത്തിൻ്റെ ഏരിയ എത്രയാണെന്ന് നാം കണ്ടുപിടിക്കണം. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം സെക്ടറിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കണം നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ വലിയ ഭാഗത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഈ വലിയ സെക്ടറിൻ്റെ ഏരിയ നമുക്ക് ആദ്യം കാണാം അല്ലേ. അത് നമുക്ക് കാണാൻ അറിയാം. പിന്നെയോ ഈ ചെറിയ സർക്കിളിൻ്റെ ഈ സെക്ടറിൻ്റെ ഏരിയയും നമുക്ക് കാണാൻ അറിയാം. അപ്പോൾ വലിയ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ചെറിയ സെക്ടറിൻ്റെ ഏരിയ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് വലിയ സെക്ടറിൻ്റെ ഏരിയ കാണാം. ഏരിയ ഓഫ് ദി ലാർജർ സെക്ടർ, അതായത് വലിയ വൃത്താംശത്തിൻ്റെ ഏരിയ. എന്താണ് ഇക്വേഷൻ? നമുക്കറിയാം πr² × x/360. അപ്പോൾ ഇവിടെ നോക്കിയേ റേഡിയസ് എത്രയാണ്? r = ലാർജർ സെക്ടറാണ് അല്ലേ. അപ്പോൾ നമുക്ക് വലുതിൻ്റെ റേഡിയസ് എത്രയാണ് വരുന്നത്? 3 സെൻറ്റിമീറ്റർ. പിന്നെ ആംഗിൾ എത്രയാണ്? x = 120 ഡിഗ്രി. അപ്പോൾ ഏരിയ ഓഫ് ദി ലാർജർ സെക്ടർ എന്ത് വരും? πr², π × r² 3 സ്ക്വയർ × x എത്രയാണ്? 120/360. ഇപ്പോൾ ഇവിടെ നമുക്ക് 0 0 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി 12/36 അല്ലേ. 36 നമുക്ക് 12 ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം.
ഇനി നോക്കിയാൽ ഇവിടെ എന്ത് വരും വേഗം 3 സ്ക്വയർ 3 ഇൻറ്റു 3 അല്ലേ. അപ്പോൾ ഒരു 3യും നമുക്ക് വെട്ടിക്കളയാം, ഈ 3യും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വന്നു? സീക്വൽ ടു 3 പൈ സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് വലിയ സെക്ടറിൻ്റെ ഏരിയ കിട്ടി 3 പൈ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി എന്ത് വേണം? നമുക്ക് ചെറിയ ഈ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എഴുതാം ഏരിയ ഓഫ് ദി സ്മോളർ സെക്ടർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഇക്വേഷൻ ഒന്ന് തന്നെ അല്ലേ, എക്സ് ബൈ 360 ഈക്വൽ ടു ഇവിടെ റേഡിയസ് എത്ര വരാം? ആർ ഈസ് ഈക്വൽ ടു ഇവിടെ 2 സെൻറ്റിമീറ്റർ റേഡിയസ് അല്ലേ. ഇവിടെ 2 സെൻറ്റിമീറ്റർ, എക്സിന് വ്യത്യാസമൊന്നുമില്ല, 120 ഡിഗ്രി തന്നെ. അപ്പോൾ എന്ത് വരും? പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു ആർ സ്ക്വയർ 2 സ്ക്വയർ ഇൻറ്റു എക്സ് 120 ബൈ 360. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി, 12 36 3 പ്രാവശ്യം അല്ലേ. അപ്പോൾ എന്ത് വന്നു? ഇവിടെ 2 സ്ക്വയർ വെച്ചാൽ 4, അപ്പോൾ 4/3 അല്ലേ. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് 4/3 അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ 4/3 മുകളിൽ പൈ അല്ലേ. അപ്പോൾ 4 പൈ ബൈ 3 അത്രയും എന്ത് വരും? സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് അടുത്ത ചെറിയ സെക്ടറിൻ്റെ ഏരിയ. അപ്പോൾ രണ്ടും കിട്ടിയല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ വലിയ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ചെറിയ സെക്ടറിൻ്റെ ഏരിയ കുറച്ചാൽ നമുക്ക് ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ദി ഇവിടെ നോക്കിയാൽ ഇതൊരു കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഷെയ്ഡഡ് പാർട്ടിന് എന്താ കളർ കൊടുത്തിട്ടുള്ളത്? ഈ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ എന്താണ്? പച്ച കളറാണ് അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദി ഗ്രീൻ റീജിയൻ സീക്വൽ എന്ത് വരും? വലിയ സെക്ടറിൽ നിന്ന് അല്ലേ. അതായത് 3 പൈ മൈനസ് ചെറിയ സെക്ടറിൻ്റെ ഏരിയ 4/3 പൈ. അപ്പോൾ നിങ്ങൾ ഇതേ രൂപത്തിൽ തന്നെ ഇട്ടാൽ മതി. പൈ ഇട്ടൊന്നും ഗുണിക്കേണ്ട വല്ല. പൈ ഇട്ട് ഗുണിക്കാൻ പറഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ √3 പൈ അതുകൊണ്ടൊക്കെ ഗുണിക്കാൻ പറഞ്ഞാൽ മാത്രം ആ വാല്യൂ ഇട്ട് നമ്മൾ ഗുണിച്ചാൽ മതി. ഇനി ഇതൊന്ന് ഗുണിക്കുന്ന ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യാം? 3 അല്ലേ. 3 ഇൻറ്റു 3.14 അപ്പോൾ 3 പൈ കിട്ടി അല്ലേ. മൈനസ് 4/3 ഇൻറ്റു 3.14 9.42 അല്ലേ. മൈനസ് 3 ഒരു പ്രാവശ്യം 0.2 പോവില്ല, 0 4 3 12 4 ബാക്കി 20 അല്ലേ. 6 3 18 അപ്പോൾ ഇങ്ങനെ വരും. 1.046 വരും ഇൻറ്റു 4. അപ്പോൾ എന്ത് വരും? 6 4 24 4 ബാക്കി 2 4 16 2 18 8 ബാക്കി 1 4 0 0 1 1 4. അപ്പോൾ ഇങ്ങനെ വരും 4.18. ഇത് വേണമെങ്കിൽ നമ്മൾ കളഞ്ഞോ, 5ന് താഴല്ല കളഞ്ഞോ. അപ്പോൾ ബാക്കി എന്ത് വരും? 9.42 മൈനസ് 4.18 അല്ലേ. അപ്പോൾ കുറയ്ക്കുമ്പോൾ എത്ര വരും? 425 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത്ര വെച്ച് നിർത്തിയാൽ മതി. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഇവിടെ എന്താണ്? ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ, അതായത് ഒരു സമഭുജ ത്രികോണം. ഈ ത്രികോണത്തിന്റെ 3 മൂലകളിൽ നിന്ന് എന്ത് വരച്ചിട്ടുണ്ട്? ഓരോ ആർക്കുകൾ വരച്ചിട്ടുണ്ട് അല്ലേ. ഇതൊരു ആർക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആർക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് അല്ലേ. അപ്പോൾ ഈ ആർക്കിന്റെ ഈ റേഡിയസ് അല്ലേ, ഈ റേഡിയസ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സൈഡിന്റെ പകുതിയാണെന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ. ഇതൊക്കെ എത്രയായിരിക്കും? റേഡിയസുകൾ നമുക്ക് 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ പകുതി. ഇനി നമ്മോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്ക് ഉള്ളിലുള്ള ഈ പോർഷന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഇത്രയും ഭാഗത്തിന്റെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡിയ കിട്ടും അല്ലേ. അതായത് ഈ ത്രികോണത്തിന്റെ ഏരിയ നമ്മൾ കാണാം. അപ്പോൾ നമുക്ക് മൊത്തം ഏരിയ കിട്ടി. അതിൽ നിന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് അല്ലേ, ഇവിടെ നിന്ന് അതേ റേഡിയസിൽ തന്നെ വേറൊരു ആർക്ക്, ഇവിടെ നിന്ന് അതേ റേഡിയസിൽ വേറൊരു ആർക്ക്. അതായത് നമുക്ക് എന്ത് കിട്ടി? 3 സെക്ടറുകൾ വരുന്നുണ്ട് അല്ലേ. ഈ 3 സെക്ടറുകളുടെ പ്രത്യേകത എന്താണ്? 3ന്റെയും ഏരിയ ഈക്വലാണ്. കാരണം എന്താണ്? ഇവിടെ 2 സെൻറ്റിമീറ്റർ അല്ലേ, 3ന്റെയും റേഡിയസ് ഈക്വലാണ്. മാത്രമല്ല ഇതെന്ത് ത്രികോണമാണ്? സമഭുജ ത്രികോണം, ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു കോണിന്റെ അളവ് എത്രയാണ്? 180/3 അല്ലേ. 180/3 എന്ന് വെച്ചാൽ 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 3ന്റെയും എത്രയാണ് കോണളവ്? 60 ഡിഗ്രി. അപ്പം നമുക്ക് എളുപ്പം കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ത്രികോണത്തിന്റെ, അതായത് ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം.
അപ്പോൾ ഏരിയ ഓഫ് ദി ഈക്വലാറ്റർ അപ്പോൾ ഏരിയ ഓഫ് ദി ഈക്വലാറ്റർ ട്രയാങ്കിൾ എത്രയാണ് ഏരിയ? നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് 3/4 എ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 3/4 ഇൻറ്റു എ അല്ലേ? ഈ ത്രികോണത്തിൻ്റെ വശമാണ്. അപ്പോൾ നോക്കിയാൽ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ നീളം എത്രയാണ്? 4 സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യാം? നോക്കിയാൽ ഇവിടെ 4 ഇവിടെ 4 × 4 അല്ലേ? അപ്പോൾ ഈ 4-നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് വന്നു? 4 റൂട്ട് 3 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിൻ്റെ മൊത്തം ഏരിയ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? ഒരു സെക്ടറിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 സെക്ടറിൻ്റെ ഏരിയ കിട്ടാൻ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. കാരണം എന്താ? 3 സെക്ടറും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് 1 സെക്ടർ ഈക്വൽ ടു r² ഇൻറ്റു x/360. ഇവിടെ എക്സ് അല്ലേ? ആംഗിൾ എത്ര വരും? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു എന്ത് വരും? 180/3 ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് അല്ലേ? അപ്പോൾ 60 ഡിഗ്രി. ഇനി റേഡിയസോ? r ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. 4 അല്ല, 4 ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ നീളമാണ്. റേഡിയസ് 2, അപ്പോൾ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏരിയ ഓഫ് 1 സെക്ടർ ഈക്വൽ ടു πr², π ഇൻറ്റു r² 2 സ്ക്വയർ ഇൻറ്റു എക്സ് 60 ഡിഗ്രി. 60/360. നോക്കിയാൽ 0 0 ക്യാൻസൽ ചെയ്ത് പോയി. 6 36 എത്ര പ്രാവശ്യമാവും? 6 6 36. ഇനി നോക്കിയാൽ 2 സ്ക്വയർ 2 × 2 അല്ല? അപ്പോൾ ഒരു 2-നെ ക്യാൻസൽ ചെയ്യുക. അവിടെ 6-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പോൾ എന്തോന്ന് ബാക്കി? 2/3 അല്ലേ? 2/3 π സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതാണ് ഏരിയ ഓഫ് 1 സെക്ടർ. ഒരു സെക്ടറിൻ്റെ ഏരിയ അല്ലേ? അപ്പോൾ അങ്ങനെ എത്ര സെക്ടർ ഉണ്ട്? 3 സെക്ടേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് 3 സെക്ടേഴ്സ് ഈക്വൽ ടു 3 ഇൻറ്റു 2/3 π. ഇവിടെ നോക്കിയാൽ 3 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വന്നു? 2π സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉള്ളിലുള്ള ഈ ബ്ലൂ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലേ? എന്ത് ചെയ്യാൻ മതി? ത്രികോണത്തെ ഏരിയയിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഏരിയ ഓഫ് ഈ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ബ്ലൂ റീജിയൻ ഈക്വൽ ടു ട്രയാങ്കിൾ ഏരിയ 4√3 മൈനസ് 2π. അപ്പോൾ നിങ്ങൾ ഇതേ രൂപത്തിൽ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ √3 കൊണ്ടോ അല്ലെങ്കിൽ π കൊണ്ടോ ഗുണിക്കാൻ പറഞ്ഞാൽ മാത്രം നമ്മൾ ഗുണിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ തന്നെ ഇട്ടാൽ മതി. അത്ര സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി ഗുണിച്ചുകൊണ്ടോ എന്ത് ചെയ്യാം? 4 ഇൻറ്റു √3 വില അറിയാലോ? 1.714. അത് ഗുണിച്ചിടുക. മൈനസ് 2π 2 ഇൻറ്റു πയുടെ വില എത്രയാണ്? 3.14 അല്ലേ? എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരം ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമുക്കതിൽ ബാക്കി കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ